നമസ്കാരം. ഓരോ മാസവും ഒരു പോലീസുകാരൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് ആത്മഹത്യ നടക്കുന്നുണ്ട്. ചിലർ ആത്മഹത്യയിലേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ മറ്റു ചിലരുടെ കുടുംബ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഓഫീസിലെ മാനസിക സംഘർഷം കാരണം പല കുടുംബങ്ങളിലും വിള്ളൽ വീണെന്ന് ഉദ്യോഗസ്ഥർ രഹസ്യമായി പറയുന്ന ഒന്നാണ്. 2024 കേരളത്തിൽ ഉയർന്നുകേട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യാ നിരക്ക് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവരിലേക്ക് ഒരു പേരുകൂടി ഇന്നലെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അരീക്കോട് സായുധ പോലീസ് ക്യാമ്പിലെ വയനാട് സ്വദേശി വിനീത് സർവീസ് റൈഫിൾ ഉപയോഗിച്ച് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. SGO കമാൻഡറായ വിനീത് ലീവ് ചോദിച്ചിട്ടും അനുവദിക്കാതെ വന്നതോടെയായിരുന്നു ആത്മഹത്യ. AK-47 തോക്കുപയോഗിച്ചാണ് വിനീത് സ്വയം നിറയൊഴിച്ചത്. ലോകമെമ്പാടുമുള്ള പോലീസുകാരിൽ 7 പേരിൽ ഒരാൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നാണ് ഹെൽത്ത് സൈക്കോളജി റിസർച്ച് വിഭാഗം ഈ വർഷം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത്. ആത്മഹത്യയും കുടുംബ പ്രശ്നങ്ങളും കേരളത്തിലെ ഉദ്യോഗസ്ഥരിലും മേലുദ്യോഗസ്ഥരുടെ സമീപനങ്ങളും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്നത് കടുത്ത മാനസിക പ്രശ്നങ്ങൾ. മലപ്പുറത്ത് വിനീതിന്റെ മരണം ഞെട്ടിച്ചത് സംസ്ഥാന പോലീസ് സേനയെ കൂടെയാണ്. അമിത ജോലിഭാരം മുതൽ മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം വരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയത്ത് നടന്ന കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു കേട്ട പരാതികളിൽ ഒന്നായിരുന്നു മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച്. സഹപ്രവർത്തകരാണ്, സഹജീവികളാണ് എന്ന പരിഗണന പലപ്പോഴും കീഴുദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ലീവ് ചോദിക്കുമ്പോൾ നൽകാതിരിക്കുക, ടാർഗറ്റ് പൂർത്തിയായില്ലെങ്കിൽ അസഭ്യ വർഷം ചൊരിയുക തുടങ്ങി മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഏറെയാണ്. കൂടാതെ ദൈർഘ്യമേറിയ ജോലിയും അമിതമായ ജോലിഭാരവും പോലീസ് സംസ്കാരവും മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇത് പലരെയും മദ്യപാനത്തിലേക്ക് തിരിയാനും പ്രേരിപ്പിക്കുന്നുണ്ട്. 2019 മുതൽ 2024 ജൂൺ വരെ സംസ്ഥാനത്ത് 81 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡിസംബർ ആയപ്പോഴേക്കും ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു. ഇക്കാലയളവിൽ നിരവധി പേർ ജീവനൊടുക്കാൻ ശ്രമിച്ചു. മാർച്ചിലാണ് ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ KR ബാബുരാജിനെ അങ്കമാലി പുളിയനത്ത് വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഏറെ നാളത്തെ സേവനത്തിനു ശേഷം ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതിനാൽ സ്ഥലം മാറ്റവുമായി പൊരുത്തപ്പെടാൻ പാടുപെടുകയായിരുന്നു അദ്ദേഹം. ഇതിനിടെയാണ് ആത്മഹത്യ. മേലുദ്യോഗസ്ഥർ അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചത് സഹിക്കവയ്യാതെ കളമശ്ശേരി AR ക്യാമ്പിലെ സീനിയർ CPO ജോബി ദാസും മാളയിലെ CPO ഷാഫി ജീവനൊടുക്കിയതും കേരളം കേട്ടു. ആത്മഹത്യ കൂടിയതിനെ തുടർന്ന് പോലീസുകാരെ മാനസികമായി ശക്തരാക്കാൻ കൗൺസിലിംഗും യോഗയും ഒക്കെ പരീക്ഷിച്ചിരുന്നു. സേനാംഗങ്ങളുടെ മാനസിക കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെട്ട സമിതിയുമുണ്ടാക്കി. മാനസിക സംഘർഷങ്ങൾ ഉള്ളവരെ കൗൺസിലിംഗിന് അയക്കാനും ആ കാലയളവ് ഡ്യൂട്ടിയായി കണക്കാക്കാനും DGP ഉത്തരവിട്ടിരുന്നു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അമിത ജോലിഭാരം കാരണം വയനാട്ടിലെ വനിതാ SHO ഡ്യൂട്ടിക്കിടെ മുങ്ങിയതും മുമ്പ് ചർച്ചയായിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ശകാരം കാരണം നാടുവിട്ട പോലീസുകാരനെ പിന്നീട് കോയമ്പത്തൂരിലാണ് കണ്ടെത്തിയത്. തുടർച്ചയായി ഡ്യൂട്ടി ചെയ്ത പോലീസുകാർ കുഴഞ്ഞു വീണ സംഭവങ്ങളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു.